ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞുതരാൻ പോകുന്നത് UCRP സാമ്പിൾ എങ്ങനെ നിങ്ങൾക്ക് 4 വീലിൻ്റെയും 2 വീലിൻ്റെയും ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൂടി പറഞ്ഞുതരാൻ പോകുന്നത്. പുതിയതായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിനും അതുപോരാണ്ട് ഓൾഡ് പ്ലേയേഴ്സിന് വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. പുതിയതായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിനാണ് ഇത് യൂസ്ഫുൾ ആകുന്നത്. അപ്പോൾ അവർ മാത്രം കണ്ടാൽ മതി എന്ന് ഞാൻ പറയണമെന്നുള്ളൂ. പിന്നെ ഓൾഡ് പ്ലേയേഴ്സ് ഓൾറെഡി സാമ്പിൾ കളിക്കുന്ന പ്ലേയേഴ്സും വേണമെങ്കിൽ വീഡിയോ കണ്ടോ. കാരണം UCRP അല്ലെങ്കിൽ യൂണീക്ക് സിറ്റി റോൾ പ്ലേയുടെ ലൈസൻസ് സിസ്റ്റം ഒരു വ്യത്യാസമുണ്ട്. നിങ്ങൾ മറ്റുള്ള സിറ്റിയിൽ നിന്നൊക്കെ വന്ന ഒരു പ്ലേയേഴ്സ് ആണെങ്കിൽ അവിടത്തെ എന്നൊക്കെ പറയുമ്പോൾ DMVയിൽ പോവുക, നമ്മൾ റോട്ടിൽ കൂടി ചെക്ക് പോയിന്റിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുക, അത്രേ ഉള്ളൂ. ബട്ട് യൂണീക്ക് സിറ്റി റോൾ പ്ലേയിൽ ഒരു യൂണീക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ സിസ്റ്റമാണുള്ളത്. അത് കണ്ടാൽ നിങ്ങൾ നെട്ടും അത് ടെസ്റ്റ് ചെയ്താൽ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ട്യൂട്ടോറിയലിൽ നിന്ന് നോക്കാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിത്തിരി കുറച്ച് ലോങ്ങിലാണ് DMV വരുന്നത്. അപ്പോൾ നിങ്ങളിൽ എന്തായാലും നിങ്ങൾക്ക് ന്യൂബി റിവാർഡായിട്ട് എന്തായാലും ഒരു വെഹിക്കിൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഒരു വെഹിക്കിൾ നിങ്ങൾ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GPS സിസ്റ്റം ഇല്ല, ആ ഒരു സാധനം സ്ലാഷ് ലൊക്കേറ്റ് എന്നുള്ള അടിച്ചിട്ട് നിങ്ങൾ സ്ലാഷ് ലൊക്കേറ്റ് എന്നുള്ള കമാൻഡ് അടിച്ചിട്ട് ഇത് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ജോബ് ലൊക്കേഷൻസ്, നിയറസ്റ്റ് ബിസിനസ്, ജനറൽ ലൊക്കേഷൻ, അങ്ങനെ കുറേ ഉണ്ടാവും. അതിൽ ജനറൽ ലൊക്കേഷൻസ് എടുക്കുക. അവിടെ DMV എന്നുള്ളത് നെക്കിയിട്ട് സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ മാപ്പിൽ ഒരു ചെക്ക് പോയിന്റും വരും, ഒരു നാവിഗേറ്ററും നിങ്ങൾക്ക് വരും. ഇതേപോലെ കണ്ട നിങ്ങൾക്ക് ഈ നാവിഗേറ്റർ വരുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ റൂട്ടിലോട്ട് വേഗം എത്താൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ നാവിഗേറ്റർ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ഇനി ആ DMVയിലോട്ട് പോവുക. DMV വരുന്നത് നമ്മുടെ LVയിലായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നാവിഗേറ്റർ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് DMVയിലോട്ട് ചെല്ലുക. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു കാർ ഉള്ളത് കൊണ്ട് ഞാൻ മാക്സിമം സ്പീഡിൽ ഞാൻ ആ ഒരു DMVയിലോട്ട് എത്തിയിട്ട് ഞാൻ കാണിച്ചു. ഏകദേശം ഞാനിപ്പോൾ DMVയിൽ എത്താറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ നാവിഗേറ്റർ ഫോളോ ചെയ്ത് തന്നെ പോവുക. അപ്പോൾ നിങ്ങൾക്ക് റൂട്ടൊന്നും തെറ്റാണ്ട് കറക്റ്റ് DMVയുടെ ഫ്രണ്ടിൽ കൊണ്ട് ആ സാധനം നിങ്ങളെ നിർത്തി തരും. അപ്പോൾ അത്യാവശ്യം നല്ല വേറൊരു സിറ്റിയിലൊന്നും ഇല്ലാത്ത ഫ്യൂച്ചേഴ്സ് ഈ ചിലപ്പോൾ നമുക്ക് മാക്സിമം നിങ്ങളെ യൂണീക്ക് സിറ്റി റോൾ പ്ലേ എന്ന് പറയുമ്പോൾ മാക്സിമം നിങ്ങളെ യൂണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തരാനാണ്, അല്ലെങ്കിൽ ഒരു ഐക്കോണിക് എക്സ്പീരിയൻസ് തരാനാണ് നോക്കുന്നത് നമ്മൾ. അപ്പോൾ അതേപോലത്തെ അപ്ഡേറ്റ്സും എല്ലാം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്, ലൈക്ക് നിങ്ങൾക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് തരാൻ വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ലൈസൻസിൻ്റെ ടെസ്റ്റും അതേപോലെയാണ്. ഓക്കെ, റൂട്ട് മാറിപ്പോയി, ഇവിടെ അല്ല അതിൻ്റെ അപ്പുറത്താണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ട, കാർ എടുത്തുകൊണ്ട് തൊട്ടപ്പുറത്ത് കാണുന്നതാണ് DMV. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ വണ്ടി എവിടെയെങ്കിലും സൈഡിലോട്ട് മാറ്റി പാർക്ക് ചെയ്യാം. ഇവിടെ കൂടി പോകുന്ന വെഹിക്കിൾസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വണ്ടി ഇടാണ്ട് നിങ്ങളുടെ സൈഡിലോട്ട് നിങ്ങളുടെ കാർ പാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, കാർ പാർക്ക് ചെയ്ത് ഞാൻ എഞ്ചിൻ എന്തായാലും ഓഫ് ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ പെട്രോൾ തീർന്നു വണ്ടിയുടെ. അപ്പോൾ ഞാൻ എന്തായാലും എഞ്ചിൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കാണുന്ന സ്ഥലം കണ്ട, ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് ക്ലാസ്. ഓക്കെ, ക്ലാസ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് നിങ്ങൾ കയറുക. അവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ടാവും കണ്ട. അപ്പോൾ നിങ്ങൾ ചെല്ലേണ്ടത് അതിൻ്റെ ഉള്ളിൽ കയറിക്കാണ്ട് ഇവിടെ വന്നിട്ട് ടേക്ക് ടെസ്റ്റ്, ആ ചാറ്റ് ബോക്സ് ഓപ്പൺ ആക്കി /ടേക്ക് ടെസ്റ്റ് എന്നുള്ള ഈ സ്ക്രീനിൽ കൊടുത്തേണ്ട കമാൻഡ് അതേപോലെ തന്നെ എടുത്ത് സെൻഡ് ചെയ്യുക. ഒരു സാമ്പിൾ സർവർ, മല്ലൂസിൻ്റെ സർവർ ഇല്ലാത്തൊരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. സിമ്പിളാണ് പക്ഷേ റിയലിസ്റ്റിക്കുമാണ്. ഓക്കെ, ആ ഒരു കമാൻഡ് അതേപോലെ തന്നെ അടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ വരുന്നത് പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പോയിന്റ് വന്നിട്ടുണ്ട്. അത് പോരാണ്ട് സിസ്റ്റം കംപ്ലീറ്റ്ലി റിയൽ ലൈഫാണ്. നമ്മൾ കാറും ബൈക്കും ഒരുമിച്ചാണ് എടുക്കണം. കാർ എടുക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് H അടിക്കണം. ഓക്കെ, നിങ്ങൾ വണ്ടി കറക്റ്റ് ഒരിടത്ത് മുട്ടാണ്ട് H കറക്റ്റായിട്ട് അടിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ലൈസൻസ് കിട്ടാനുള്ള സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ യൂണീക്ക് സിറ്റി UCRP സാമ്പിൾ വരുന്നത്. അപ്പോൾ അത് സിമ്പിളാണ്. നിങ്ങൾ ഈ ചെക്ക് പോയിന്റിൽ വണ്ടി ഒരിടത്തും തട്ടാണ്ട് തന്നെ കൊണ്ടുപോകുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റൊക്കെ മുട്ടണമെങ്കിൽ കുഴപ്പമില്ല. ബട്ട് ഒരു ഡാമേജ് ഉണ്ട്, ഏകദേശം 900 സംതിങ് ആകുമ്പോഴത്തേക്കും വണ്ടി ആ ഒരു ഡാമേജ് ഹെൽത്തും കഴിഞ്ഞ് പോകണമെങ്കിൽ പിന്നെ റീട്രൈ ആവും. നിങ്ങൾ പിന്നെ എന്താ പറയുക, രണ്ടാമത് ലൈസൻസ് എടുക്കണം. ഓക്കെ, ഇപ്പോൾ എൻ്റെ ചെറുതായിട്ട് തട്ടി 996 എൻ്റെ ഹെൽത്ത്. അടി നോക്കിയാൽ കാണാൻ പറ്റുക നീലക്കുള്ള റൗണ്ടിൻ്റെ ഉള്ളിൽ ഹെൽത്ത് 996. അപ്പം നിങ്ങൾ മാക്സിമം തട്ടാണ്ട് തന്നെ H അടിക്കുക നിങ്ങൾ കാറിന്. ഓക്കെ, വേണ്ടി കൂടി കറക്റ്റായിട്ട് ഇങ്ങനെ പോയാൽ മതി. ബ്രേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ പോകും. കാറിൻ്റെ ലൈസൻസ് എടുക്കാൻ കുറച്ച് ടാസ്ക് ഉള്ളു. ഇങ്ങനെ കാർ ഇത്തിരി വലിയ വണ്ടിയുമാണ്, Hും കറക്റ്റായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും. നിങ്ങൾക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് തരാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലുള്ള ഒരു ലൈസൻസ് സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്തേക്കണം. ഓക്കെ, ഇപ്പം എൻ്റെ കാറിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ചെക്ക് പോയിന്റ് എടുത്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ തന്നെത്താനെ നിങ്ങളുടെ ഒരു സ്കൂട്ടറും കിട്ടി നിങ്ങൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുന്നേക്കും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സ്കൂട്ടി എടുത്ത് ഇവിടെ 8 അടിക്കണം. ഭയങ്കര സിമ്പിളാണ് ഗൈസ്, ഞാൻ ഇപ്പോഴേ പറയാം. കാർ മാത്രമേ കുറച്ച് പണിയുള്ളൂ, സ്കൂട്ടർ സിമ്പിളാണ്. നിങ്ങൾ ഇവിടെ വന്നിട്ട് ചെറിയൊരു വണ്ടിയുമാണ്, നിങ്ങൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് 8 അടിച്ചാൽ മതി. സ്കൂട്ടി കറക്റ്റായിട്ട് ഒരിടത്തും തട്ടാണ്. എന്നെ പോലെ തന്നെ പ്രോ ആയിട്ട് നിങ്ങൾ സ്കൂട്ടർ എടുത്ത് 8 അടിക്കുക. സിമ്പിളാണ്. ഇങ്ങനെ ചെക്ക് പോയിന്റ് കൂടി പോയി 8 അടിക്കുക കറക്റ്റായിട്ട് പോവുക. ഓക്കെ, സ്കൂട്ടറിൽ നിങ്ങളൊരു പരിമിതി കൂടുതൽ ഇടിച്ചിടിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്കൂട്ടറിൻ്റെ ഹെൽത്ത് ഇതായി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പിന്നെ റീട്രൈ ആവും. അപ്പോൾ അത് എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും പൊക്കത്ത് കാണാൻ പറ്റും സക്സസ്ഫുള്ളി പാസ്ഡ് യുവർ ബൈക്ക് ടെസ്റ്റ് ആൻഡ് റിസീവ്ഡ് യുവർ ബൈക്ക് ലൈസൻസ്. അതിൻ്റെ അതേപോലെ തന്നെ പൊക്കത്ത് കാണാം കാർ ലൈസൻസ് നമുക്ക് കിട്ടിയെന്ന് മെസ്സേജ് പൊക്കത്ത് വരണേക്കും. ഇത്രയുള്ള പരിപാടി. കാറിൻ്റെ ലൈസൻസും കിട്ടി, ബൈക്കിൻ്റെ ലൈസൻസും കിട്ടി, 4 വീലും കിട്ടി, 2 വീലും കിട്ടി. ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് പുറത്തോട്ട് ഇറങ്ങാം. എന്താ പറയുക,
നിങ്ങൾക്ക് പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ ലൈസൻസ് കാണിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമുക്ക് ഡീലർഷിപ്പിൽ പോയിട്ടൊരു വെഹിക്കിൾ മേടിക്കണമെങ്കിൽ UCRPയിൽ നിങ്ങൾക്ക് ലൈസൻസ് വേണം. ഓക്കെ, ഇപ്പോൾ ഇത് ലൈസൻസ് എടുത്തിട്ടേ നിങ്ങൾ ഡീലർഷിപ്പിൽ പോകാൻ പാടില്ല, എന്നാലേ നിങ്ങൾക്ക് വെഹിക്കിൾ മേടിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണാം, മനസ്സിലാവും. അത്രക്കുള്ള ബുദ്ധിയൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ആദ്യമായിട്ട് ഇത് കണ്ട് UCRP കളിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഡിസ്കോഡ് സർവർ ലിങ്ക് ഉണ്ട്, വേഗം കയറിക്കോ. എല്ലാവരും അവിടെ വെച്ച് കാണാം. ബൈ.